മാത്യു കുഴൽനാടൻ എം.എൽ.എക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ മൂവാറ്റുപുഴ UDF കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ദേശീയ നേതാക്കൾ ഉറപ്പു നൽകിയിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടത് അനീതിയാണെന്നാണ് UDF ഇലക്ഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ എം.എൽ.എക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിൽ മൂവാറ്റുപുഴയിൽ UDF കമ്മിറ്റിയിൽ വിമർശനം. മാത്യു കുഴൽനാടനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDFിൻ്റെ നേതൃത്വത്തിൽ പ്രമേയവും പാസാക്കി. തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ദേശീയ നേതാക്കൾ ഉറപ്പു നൽകിയിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടത് അനീതിയാണെന്ന് UDF ഇലക്ഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തി. പിണറായി വിജയനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ LDF സർക്കാർ നിരന്തരം വേട്ടയാടിയ MLA ആയിരുന്നു മാത്യു കുഴൽനാടനെന്ന് പ്രമേയം അവതരിപ്പിച്ച ആവോലി UDF ചെയർമാൻ ജോർജ് തെക്കുംപുറം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നിരന്തരമായി പോരാട്ടം നയിച്ച മാത്യു കുഴൽനാടൻ പുതിയ UDF സർക്കാരിൽ മന്ത്രിയാകുമെന്ന് പൊതുജനം വിശ്വസിച്ചിരുന്നതായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയതിൽ ഏറ്റവും മുഖ്യ സ്ഥാനത്താണ് ശ്രീ മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴയുടെ MLA ആയിരുന്നുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഈ ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് ഒരു വലിയ നാന്ദി കുറിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കോടതിയിലും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് നമുക്ക് ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. 102 സീറ്റിൽ അധികാരത്തിൽ വരുമ്പോൾ മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ ജയിച്ച 42,829 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. ഇവിടെ വന്ന പുതുയുഗ യാത്രയുമായി വന്ന ബഹുമാനായ ശ്രീ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശനും അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കന്മാരൊക്കെ മൂവാറ്റുപുഴയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്യാബിനറ്റിൽ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നുള്ള ധ്വനിയിലാണ് എല്ലാവരുടെയും പ്രസംഗങ്ങൾ ഉണ്ടായത്. ഞങ്ങളതെല്ലാം വിശ്വസിച്ചു. നമ്മൾ താഴെത്തട്ടിൽ പ്രസംഗിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ ഒരു മന്ത്രിയാണ് നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പ്രചാരണം ഞങ്ങൾ നടത്തി. അതിനനുസരിച്ചുള്ള ജനങ്ങളെല്ലാം ഒരു ആവേശഭരിതമായ ഒരു പ്രചാരണത്തിന് അത് ഏറ്റുപിടിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് അംഗമാകാൻ കഴിഞ്ഞില്ല. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാൻ മാത്യു കുഴൽനാടന് സാധിച്ചിരുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. പ്രചരണ സമയത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതു സംബന്ധിച്ച് ഉറപ്പും നൽകിയിരുന്നു. PM അമീർ അലി അധ്യക്ഷത വഹിച്ചു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.